ഹായ്, ഹലോ, നമസ്കാരം. ഞാനേ നമ്മുടെ ലുലു മാളിലൊരു ഫ്ലവർ ഷോ നടന്നായിരുന്നു. ഞാൻ ലാസ്റ്റ് ദിവസമാണ് പോകുന്നത്. അപ്പം പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. വേറെ വഴിക്ക് പോയതാണ്. അപ്പോൾ ഒന്ന് കയറി. അങ്ങനെ ലുലു മാളിനകത്ത് നമ്മൾ കയറി എൻട്രൻസിൽ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പാർക്കിങ്ങിൽ വണ്ടി വെച്ചിട്ട് ഗ്രൗണ്ട് ഫ്ലോർ ഇങ്ങോട്ട് കയറുമ്പോഴാണ് അതിൻ്റെ ചെറിയ തോതിൽ വലിയൊന്നും പറയാനില്ല എങ്കിലും ചെടിച്ചട്ടികളും വളവും അതിനുള്ള പങ്കായിട്ടുള്ള മെഡിസിൻസും ഒക്കെ അങ്ങനെയുള്ള ചെടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിനെ സംബന്ധിച്ചുള്ള ഒരു നഴ്സറിയുടെ ഷോയാണ് ഡിസ്പ്ലേ ആണ് ശരിക്കും പറഞ്ഞാൽ. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ ഈ ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ പൂക്കൾ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ. ചെന്നപ്പോഴല്ലേ ഫ്ലവർ ഷോ എന്ന് പറയുന്നത് വെറും പ്ലാസ്റ്റിക്കിൻ്റെയും പേപ്പറിൻ്റെയും ഫ്ലവറാണ് അവിടെ ഷോയ്ക്ക് വെച്ചേക്കുന്നത്. ചെടികളാണ് കൂടുതലും. പൂക്കളുള്ളതും പൂക്കളില്ലാത്തതുമായിട്ടുള്ള ചെടികളായിരുന്നു കൂടുതൽ. ബോഗൺവില്ലയാണ് കൂടുതൽ കളക്ഷൻസ് ഉള്ളത്. മൾട്ടി കളറും പല കളറ് ബോഗൺവില്ലാസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം സിസ്റ്റൈം ഹൗസ് വാച്ചുകളുടെ ഫ്രണ്ടിൽ കൂടെ ആയിരുന്നു ഇങ്ങോട്ട് പാസ് ചെയ്ത്. അവിടെ ഇപ്പുറത്താണ് ഇതിൻ്റെ ശരിക്കും ഡിസ്പ്ലേ നടക്കുന്നത്. ഈ ബോൺസായി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ചെടികളൊക്കെ, അതായത് വർഷങ്ങളായിട്ട് ഹോൾഡ് ചെയ്തെടുക്കുന്ന ചെടികളാണ് ഇതൊക്കെ. ഇതിൻ്റെ കളക്ഷൻസ് വലുതായിട്ടൊന്നും കണ്ടില്ല. ഒന്ന് രണ്ടെണ്ണമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഡിസ്പ്ലേക്ക് ഉള്ളതായിരുന്നു, വിൽക്കാനുള്ളതല്ല. പിന്നെ റേറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ തലയൊക്കെ തിരക്കിയായിരുന്നു. തലയൊക്കെ തിരക്കുമ്പോൾ റേറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള റേറ്റുകളാണ്. അതായത് നമ്മൾ വെളിയിൽ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്നതിൻ്റെ 3 ഇരട്ടി റേറ്റുകളാണ് അവിടെ അകത്ത് പറഞ്ഞിട്ടുള്ളതെല്ലാം. ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ. നമുക്ക് മേടിക്കാനൊന്നും പറ്റില്ല. കാണാൻ കയറി കണ്ടിട്ട് വരാമെന്നുള്ളതല്ലാതെ പിന്നെ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാതെയും ഒക്കെ ഉള്ളവരൊക്കെ മീൻസ് വെളിയിൽ ഇത്ര വിലയ്ക്ക് കിട്ടും എന്നൊക്കെ ഉള്ളവർ അവിടെ അധികം മേടിക്കാറില്ല. ചിലരൊക്കെ വരുമ്പോൾ ഈ പൂക്കളുടെ ഷോ കണ്ടുകൊണ്ട് എത്ര റേറ്റൊന്നും ചോദിക്കാറില്ല. അല്ലെങ്കിൽ ചോദിച്ചാൽ തന്നെ അത് എത്ര വെച്ച് ഞാൻ കൊടുക്കും. ഇനി അടീരി എന്ന് പറഞ്ഞ സൈസ് ഉണ്ടാകും സംഭവം ഉണ്ടായിരുന്നു. വെളിയിലൊക്കെ 200-250 രൂപ കിട്ടുന്നതിന് അവിടെ ഞാൻ ചുമ്മാ ഒന്ന് റേറ്റ് ചോദിച്ചതാണ്. ശരിക്കും ആക്ച്വലി അത് ബോൺസായി ആക്കി എടുക്കണം. 1000, 1500, 2000 രൂപയ്ക്കാണ് വില പറഞ്ഞത്. നമ്മുടെ ഏത് കളക്ഷനൊക്കെ ഉണ്ടാകും. ഈ കാർണേഷ്യൻ, പിന്നെ ചെടികളുടെ വിത്തുകളും പിന്നെ ചെറിയ ചെറിയ തൈകളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു കളക്ഷൻ ഉണ്ട്. അവിടെ വലിയ ന്യായമായിട്ടുള്ളതൊക്കെ ഉള്ളായിരുന്നു. ലീനിയം ഇതിൻ്റെ കുറച്ച് വിത്തുകളൊക്കെ മേടിച്ചു. ലീനിയത്തിൻ്റെയും കാർണേഷ്യം ഇങ്ങനെയുള്ളതിൻ്റെ കുറച്ച് അത് അഫോർഡബിളായിരുന്നു റേറ്റ്. അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അതൊക്കെ ഒന്ന് നട്ടേക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അവിടെ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി. താഴെ ചെറിയ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം. നമ്മൾ ഇടുന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ ഓൺ കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഫോട്ടോ വീഡിയോ ആണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. താഴെ ഈ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഹാൻഡിക്രാഫ്റ്റിൻ്റെ കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വിലയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വിലകളൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. നമ്മളങ്ങനെ കാണുക, കണ്ടിട്ട് വരാമെന്നുള്ളതല്ലാതെ വലിയൊന്നും എനിക്ക് തോന്നിയില്ല. ഷോമാളിനകത്തെന്ന് പറയുമ്പോൾ അതിനൊരു പേര് കിട്ടുമെന്നല്ലാതെ പുറമേ സാധാരണ ഷോപ്പുകളിൽ കാണുന്നതൊക്കെ തന്നെ, അല്ലെങ്കിൽ ചെറിയ നഴ്സറിയിലുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ അവിടെയും. അത് വ്യത്യസ്തമായിട്ടൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ അവിടെ നിന്നും ഞാൻ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് കുറച്ച് ചെടികളും വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ മറക്കണ്ട, ലൈക്ക്, സബ്സ്ക്രൈബ്.